ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. 2025 ജനുവരി മുതൽ ഡിസംബർ വരെ ജില്ലയിൽ 1793 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പുതിയ വർഷത്തിന്റെ തുടക്കത്തിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗൗരവകരമാണെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ വിളയൂർ, കൊപ്പം, അലനല്ലൂർ പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം, പട്ടാമ്പി മുനിസിപ്പാലിറ്റികളിലുമാണ് കൂടുതൽ കേസുകൾ കണ്ടത്. എന്നാൽ 2026 ജനുവരി 1 മുതൽ 14 വരെയുള്ള കണക്കുകൾ പ്രകാരം അനങ്ങനടി പഞ്ചായത്തിൽ മാത്രം 37 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കരിമ്പുഴയിൽ 12 കേസുകളും ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ 10 കേസുകളും നിലവിലുണ്ട്. കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗമായ മഞ്ഞപ്പിത്തം മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെയാണ് പകരുന്നത്. പനി, കടുത്ത ക്ഷീണം, വിശപ്പില്ലായ്മ, വയറിളക്കം, മൂത്രത്തിന് മഞ്ഞ നിറം, കണ്ണിലും ചർമ്മത്തിലും മഞ്ഞ നിറം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കുടിക്കാനും ആഹാരം പാകം ചെയ്യാനും വെള്ളം നന്നായി തിളപ്പിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. തിളപ്പിച്ച വെള്ളത്തിൽ പച്ചവെള്ളം കലർത്തരുത്. ആഹാരത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡ് കഴുകുക. ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വെക്കുക. രോഗബാധിതർ 2 ആഴ്ചയെങ്കിലും പൂർണ്ണ വിശ്രമം എടുക്കണം. മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുകയും ആഹാരം പാകം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. പനി മാറാൻ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പാരസെറ്റമോൾ കഴിക്കരുത്. മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുക. വ്യാജ ചികിത്സകൾക്കും ഒറ്റമൂലികൾക്കും പിന്നാലെ പോകരുതെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശുദ്ധജല സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യാനും പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കാനും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.